ഹായ് ഗൈസ്, ഇപ്പം ടെമ്പറേച്ചർ -4°C ആട്ടോ. റൂം വരാം. താങ്ക് യു. ഹിമാലയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാട്ടോ. നമ്മളെ ലൈഫിൽ ഫോറെവർ ഉണ്ടാവുന്നത് നമ്മളെ വീട്ടുകാർ മാത്രമാണ്. ഓത് പോയി വരാനില്ലത് വരും. പക്ഷെ പറഞ്ഞിട്ടില്ലേ റിവർ ക്രോസിങ് ഒന്നുണ്ട്. കെയർഫുൾ ബഡി. ഈ പോള് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. ഇത് കയറണം ഗൈസ്. നമ്മളിപ്പോഴും MBC എത്തിയിട്ടില്ല. ഇപ്പം -8° ആയി. ഹായ് ഗൈസ്, അപ്പം വെൽക്കം ടു പാർട്ട് 4 ഓഫ് നേപ്പാൾ സീരീസ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ദോവാനിലാണ്. ലോവർ ദോവാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ ഇപ്പം ടെമ്പറേച്ചർ -4°C ആട്ടോ. നിലത്ത് ഫുൾ ഐസാണ്. ഇപ്പോൾ സമയം 8 മണിയായി. നമ്മൾ ലേറ്റായി പോയി, കാരണം -5° ആണ്. എണീക്കാൻ പറ്റുന്നില്ല ആർക്കും. അങ്ങനെ ബെഡിൻ്റെ ഉള്ളിൽ കൂടി ബ്ലാങ്കറ്റിൽ ചൂടായിട്ട് അങ്ങനെ കിടന്നുപോയി. ഇതാണ് നമ്മളെ റൂം വരുന്നത്. ഇങ്ങനെ കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും റൂം വരാം. അപ്പം ഇവിടെ റൂം എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ പാക്കേജ് ആട്ടോ വരുന്നത്. സംഭവം 2300 നേപ്പാളി കൊടുത്താൽ ഇവിടെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഹീറ്ററും എല്ലാം വൈഫൈയും ചാർജിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ആയിരിക്കും വരാം. ഇവിടെ സെപ്പറേറ്റ് റൂം നമുക്ക് എടുക്കാൻ പറ്റില്ല, പാക്കേജ് കൂടിയിട്ട് എടുക്കണം. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് ഹിമാലയയിലേക്ക് 2 hours ഉണ്ട്. പിന്നെ നമ്മളെ ടാർഗറ്റ് MBC ആണ്. ഇൻഷാ അല്ലാഹ് പറ്റുന്നത്ര പോകണം. നാളെ എന്തായാലും അന്നപൂർണ്ണ പിടിച്ചേ പറ്റും. ഇത് ഫുൾ ഐസാട്ടോ ഗൈസ്. അപ്പം ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഹാള് വരുന്നത്. ഇപ്പം എല്ലാവരും എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് ടോസ്റ്റും ബോയിൽഡ് എഗ്ഗും പൊട്ടാറ്റോ. ബൈ. ഓക്കെ. See you. On the way back. Okay. Have a nice trip. Thank you. Welcome. Sorry guys. ഗൈസ്, സമയം ഇപ്പം 9:20. നമ്മളിതിപ്പം ദോവാനിന്ന് ഹിമാലയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ാണ് 10 മിനിറ്റോളം നടന്ന് ലോവർ ദവാൻ ഇത് അപ്പർ ദവാനിലേക്ക് എത്തി. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഹിമാലയ. കിളികുഞ്ഞു പോലത്തെ മഞ്ഞ് നോക്കിയ സാമ്പിളെല്ലാം എടുത്തോ. ഇതാ നിങ്ങൾ ബ്ലോഗറാണോ? ഇത് തട്ടിപ്പ്. നിങ്ങൾ ബ്ലോഗറാണോ? മലമുകളിൽ തട്ടിപ്പ്. നിങ്ങൾ ബ്ലോഗറാണോ? നിങ്ങൾക്ക് ആർക്കത് വേണമെങ്കിൽ DM ചെയ്യുക. 1 കിലോ മഞ്ഞ് 150 തീരാൻ നമ്മളിപ്പോൾ മലമുകളിൽ ഒരു അമ്പലത്തിലാണുള്ളത്. ഫുള്ളും മഞ്ഞുണ്ട് മൂടിയിരിക്കുക. ഇതാണ് ചുറ്റുമുള്ള അവസ്ഥ.
നമ്മളങ്ങനെ ട്രെക്ക് ചെയ്ത് ഹിമാലയ എത്താനായി. നമ്മളിപ്പം പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഫുള്ള് സ്നോ കൊണ്ട് കവേർഡായിട്ട് കണ്ടില്ല കേട്ടോ. ഫുള്ള് സ്നോ കൊണ്ട് കവേർഡായിട്ടില്ല. അതുകൊണ്ട് ഞാനിതാ വ്ളോഗെല്ലാം എടുത്ത് മെല്ലെ പോന്ന്. മുമ്പിലെല്ലാവരും പോയി. എനിക്ക് പിന്നെ പണ്ടേ ഉള്ള ശീലമാണ്, ഞാൻ എപ്പോഴും ബാക്കിലാണ് ഉണ്ടാവുക. എല്ലാവരും ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ട് ഞാൻ അവരെ ക്യാച്ചപ്പ് ചെയ്യുക. അതേപോലെ തന്നെ അവരിപ്പോൾ മുന്നിൽ എവിടെയും ഉണ്ട്, ഞാൻ അവരെ പിടിക്കണം. നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ നടന്നു പോകുന്ന സ്റ്റെപ്പാണ്. വ്യൂ നോക്കിയേ. റേഞ്ച് എന്ന് പറഞ്ഞ സംഭവമില്ല, ഫുൾ കട്ടായി, നോ സർവീസാണ്. ഇത് നോക്കി എന്ത് സമാധാനം. ഇവിടെ ഒരു ഒച്ചപ്പാടും ഇല്ല, ഒരാൾക്കാരും ഇല്ല, ചുറ്റും മഞ്ഞും മലകളും. ഞാൻ ഇപ്പം ഇല്ലതൊരു 5-6 മലേൻ്റെ നടുവിലായിട്ടാ. നിങ്ങൾക്ക് കാണാം. നമ്മളെ ലൈഫിൽ ഫോർ ഉണ്ടാവുന്നത് നമ്മളെ വീട്ടുകാർ മാത്രമാണ്. വേറെ ആരൊക്കെ നമ്മളെ ലൈഫിൽ ലോങ് ഉണ്ടാവും എന്ന് പറഞ്ഞാലും വീട്ടുകാരുണ്ടാവുന്ന പോലെ വേറെ ആരും ഉണ്ടാവില്ല. അപ്പം ഓൾവേസ് ഗിവ് യുവർ പ്രയോറിറ്റി ടു യുവർ പാരൻസ്. വീട്ടുകാർക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവും, കാരണം നമ്മൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ റേഞ്ച് കിട്ടുന്ന സമയത്തൊക്കെ വീട്ടുകാരെ അപ്ഡേറ്റ് ചെയ്യും. കാരണം ഓരോ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. ലഡാക്ക് പോയ സമയത്ത് തന്നെ ഏതോ ഭാഗത്ത് മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ലാൻഡ് സ്ലൈഡെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെയാണെങ്കിൽ വിളിച്ചാൽ കിട്ടിയിട്ടുമില്ല. ഞാൻ ഉണ്ടായത് റേഞ്ചില്ലാത്ത സ്ഥലത്താണ്. ഓരോ ടെൻഷൻ അടിച്ച് എനിക്ക് അങ്ങനെ റേഞ്ച് കിട്ടുമ്പം ഫുള്ളും മിസ് കോള്. ഉപ്പാൻ്റെ മിസ് കോൾ വേറെ, ഉമ്മാൻ്റെ മിസ് കോൾ വേറെ, ഇക്കാക്കൻ്റെ വേറെ. ദേ ആർ ദ ഓൺലി വൺ ഹു കെയർസ് ബ്രദർ. സോ വീട്ടുകാരെ ഉറപ്പിച്ചിട്ട് ഒരു പരിപാടിക്ക് നിൽക്കില്ല ആരും. ഈ കണ്ട കാഴ്ചകളും ഞാൻ ഈ പോയ യാത്രകളും അത് എൻ്റേത് മാത്രമാണ് ഗൈസ്. അങ്ങനെയും പറയാം. എന്ത് രസം, എന്ത് സമാധാനാ. നമ്മളങ്ങനെ ഹിമാലയ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. ഇനി ഇവിടുന്ന് ധരോളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇപ്പം ഹിമാലയ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി നമ്മൾ. ഇതാണ് അതിൻ്റെ വ്യൂ കേട്ടോ. താമ്പി ഗൈസ്. ഞാൻ ഇങ്ങനെ വീഡിയോ എല്ലാം എടുത്തിട്ട് വരുമ്പോൾ എന്നെ കൂട്ടാണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ നോക്കിയാൽ എടുത്ത മഞ്ഞൊക്കെ വാരി കൊണ്ടുപോയി കേട്ടോ. ഇത് ഫുള്ളും സ്നോ കൊണ്ട് കവേർഡ് ആയിക്കൊണ്ട് ഈ ഒരു സാധനം വെച്ചിട്ട് മഞ്ഞ് കോരിയിട്ട് അവിടെ ഇപ്പം നമ്മൾ ഹിമാലയയിലായി. ഇനി ഡെറോളി, അവിടുന്ന് MBC, എന്നിട്ടാണ് MBC നാളെ കയറാം ഇൻഷാല്ലാ. Allah. ആട് ജീവിതത്തിൽ നജീബ മണ്ണെടുത്ത് തിന്ന പോലെയാ. ഇതിപ്പം മഞ്ഞാന്നെടുത്ത് തിന്നുന്ന. നമ്മളെ നമ്മളെ കയ്യിലുണ്ടായ കുപ്പി നമ്മളെ കയ്യിൽ മിസ്സായി, വെള്ളത്തിൻ്റെ കുപ്പി. ഒരവസ്ഥയിലെ നമ്മളങ്ങനെ കയറി മേലേക്ക് കയറാൻ വേണ്ടി മേലേക്ക് എത്തി. ഏകദേശം മേലേക്ക് എത്തി. ഓരോ തെറ്റും മേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കയറി ഇവിടെ ഒരു അമ്പലം പോലത്തെ ഒരു ഇതുണ്ട് കേട്ടോ. ഇത് ഏറ്റവും ടോപ്പിലാണ് വരുന്നത്. ഇത് ഏറ്റവും ടോപ്പിലെത്താണ്. 5 മിനിറ്റ് ഇരിക്കുക. തളർന്ന കഴിച്ച് ശരിക്കും തളർന്നു. സാക്ഷിയ ലവ് ദീക്ഷിയെ നമുക്ക് അതിനെ കണ്ടെങ്കിൽ ഒന്നോ പോയത് പോയി, വരാനില്ലത് വരും. പക്ഷെ അതിന്റെ രണ്ടിന്റെ ഇടയിലില്ലാന്ന് കാര്യം. എന്താ അതാണ്. അതെ, ഈ വീട്ടിലിരുന്നിട്ട് എന്താക്ക, ഇതേപോലെ സ്ഥലങ്ങൾ കാണുക. എന്ത് രസോ.
നേപ്പാളി പട്ടിയാടാ, നേപ്പാളി സ്റ്റൈലിൽ വിളിക്കുക. പോകുമ്പോ നമ്മളെ ബാക്കിൽ വരൂടാ, നോക്കിക്കോ. ആ അതാ പറഞ്ഞിട്ടില്ലേ നമ്മളെ പുതിയ ടോണി. കമോൺ. ബ്ലാക്ക് ഐസ് ആണ്, സൂക്ഷിക്കുക. സ്ലിപ്പായി പോകട്ടോ. ഫസ്റ്റ് വടി ഇവിടെയാണ് വടീന്റെ യൂസ് വരാം. നമ്മളെ വൈകാട്ടി ടോണി കമോൺ. ആ ഓ നമുക്ക് വൈ കാണിച്ചിരുന്നുണ്ട് കേട്ടാ. ഹായ്, യു ഗൈസ് ആർ ഫ്രം China. From China. Hi. Come on, Tony. Thank you for in China. What's thank you? Sisya. Sisya. നമുക്ക് ഇവിടെ നിൽക്കാം. Come on. ABC പിടിക്കണം. Come on. ആ പോ. പാ ചെക്കനെ പറയല്ലേ. അതാ. ശരിയാ. ഊതാ. അവിടെ പതിയപ്പാ. എനിക്ക് ഈ ദേശത്തെ വഴി അറിയില്ലടാ. നിർത്താൻ പറ്റില്ല മറിയൂരിൽ, നിർത്തിയാ പോയി. ഒരു റിവർ ആണ് ഇപ്പൊ നമ്മള് റിവർ ക്രോസിംഗിലാണ് ചെയ്യാൻ പോകുന്നത്. റിവർ ക്രോസിങ് ഇവിടെ നമുക്ക് മനസ്സിലാവില്ല ഏതാണ് വഴി ഏതാണ് വെള്ളം. നമ്മളെ വെള്ളമൊക്കെ നോക്കി ഐസായിട്ട് കിടക്കുക. ഇതേപോലെ കിടക്കണം guys. സ്നോഫോൾ ഇതാ കൂടി കൂടി വരിക കേട്ടോ. നമ്മള് കയറുന്നതനുസരിച്ച് കൂടി കൂടി വരിക. പീക്ക് സീസണാണ് ഗൈസ്. ഇങ്ങനത്തെ എടുത്തിട്ട് ഞാൻ ഇറക്കിട്ട് പറഞ്ഞെടുത്താ പോരെ. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങ് ട്രക്കിങ്ങിന് വരുമ്പം പരമാവധി നട്ട്സും ചോക്ലേറ്റ്സും പ്രോട്ടീൻ ബാറും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. നല്ല എനർജിയാണ്. ഓ പീനട്ട്, ഓ അതുണ്ടീല് ഞാൻ ഒന്നുണ്ട്. കാട്ടല്ല മുട്ടായി ഉണ്ടല്ലോ. വേണം എനിക്ക് വേണം. ആ എല്ലാരും ചോദിക്കുന്ന ഡിപ്രഷനാ, നീ അങ്ങനെ പോയി. എന്റെ ഫാനിനെ ഭാഗമാണെങ്കിൽ കമന്റ് ചെയ്യും. അമ്മു ഡിപ്രഷനിലാണോ ഒന്നിട്ടേക്കല്ലേ. Oh, you guys with the group like 6 or 7? No. We guys are 4. That's 3. Look at them. This is my guy. Guy. Malaysia. Malaysia. You guys? You're from India. Oh, India. What is your target today? Thank you so much. You like it? Thank you so much. Oh, Alright, careful. thank you. Yeah, Bye. same to you. Careful, buddy. Sorry. Yeah. Namaste. നമസ്തേ. അതെ, വേഗം എടുത്ത് പോയിക്കോ. നോക്കിയ കാര്യം സ്നോ വരുന്ന നോക്കിയാ. നമ്മൾ വന്നത് ശരിക്കും പീക്ക് വിന്റർ ടൈം ആട്ടോ. പീക്ക് ടൈമിലാണ് നമ്മൾ കയറുന്നത്. ഇപ്പം തന്നെ ഇങ്ങനെയാണെങ്കിൽ മേലിൽ എന്തായിരിക്കും അവസ്ഥ? ഇത് മേത്ത് ഫുള്ളും മഞ്ഞാണ്. അങ്ങനെ നമ്മൾ ഡെറാളി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അതായത് 3200 മീറ്റർ. നമുക്ക് 1000 മീറ്ററും കൂടെ കയറാണ്ട് കേട്ടോ. നമ്മൾ വന്നത് ഹെവി സ്നോഫോളിലാണ്. നമുക്കിനി MBC പിടിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. ഈ ഒരു സ്നോഫോൾ ആണെങ്കിൽ നമുക്ക് നോക്കാം. നല്ല കഷ്ടപ്പാടാണ് സ്നോഫോളിൽ. ഒന്നാമത് ഫുള്ളും ബ്ലാക്ക് ഐസാണ്. ഇതാരാ? നെക്സ്റ്റ് സ്റ്റേഷൻ MBC, അതായത് നെക്സ്റ്റ് സ്റ്റോപ്പ് MBC. നമ്മളങ്ങനെ ഡെറാളി എത്തി. ഇനി ഇവിടുന്ന് നമുക്ക് MBCയിലേക്ക് പോകണം. ഇനി ഇവിടുന്ന് 2 മണിക്കൂറാണ് ഉള്ളത് MBCയിലേക്ക് ട്രെക്കിങ്. അവിടെ ആയിരിക്കും നമ്മൾ MBCയിലേക്ക് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ടുമോറോ മോർണിംഗ്, അതായത് നാളെ രാവിലെ ABCയിലേക്ക് പോകുന്നതായിരിക്കും. നമ്മളിപ്പം ഡെറാളി എന്ന് പറഞ്ഞ വില്ലേജിൽ നിന്ന് ഇറങ്ങലായി. ഇവിടെ ആകെ 5 ഹോട്ടലില്ല കേട്ടോ ഡെറാളിയിൽ.
ആണ് ഡെറാളി. അയ്യോ, ഡെറാളി വരെ നമുക്ക് ഫുൾ കയറ്റായിരുന്നു. ഡെറാളി കഴിഞ്ഞിപ്പം കുറച്ചൊക്കെ ഇറങ്ങിയാണ്. ഇപ്പം ഫുള്ളും ഡിസെൻഡിങ് ആണ്. MBC വരെ എങ്ങനെയാണെന്ന് അറിയില്ല. നിലവിൽ ഡിസെൻഡിങ് ആണ്. ഇപ്പോൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടിയും ഇറങ്ങിയിട്ട് വേണം നമുക്ക് മേലേക്ക് പിന്നെയും കയറാൻ. ഈ പോള് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. നമുക്കിപ്പം എൻ്റെ കൂടെ ഉണ്ടായ ചങ്ങായി കല്ലാന്ന് വിചാരിച്ചിട്ട് ചവിട്ടുമ്പോൾ അങ്ങനെ ഐസും വെള്ളമായിരുന്നു. അപ്പോൾ എൻ്റെ കാല് നേരെ ഐസിലേക്ക് പോയി. അപ്പം എൻ്റെ കാലിപ്പോൾ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുക. ഇതാണ് വ്യൂ. അവിടെ വെള്ളമൊക്കെ ഉണ്ട്. താമര നമുക്ക് ഐസ് ബാത്ത് എടുത്താലോ? ഇതാണോ സ്വിമ്മിംഗ് പൂൾ? ഇതാ അതാ കൊളതാ കൊളം. ഇതാണ് നമ്മൾ വരേണ്ട വഴി ഗൈസ്. ഇനി അങ്ങോട്ടിലെ വഴി നോക്കിയേ. ഈ പാറിൻ്റെ ഇടയിലേ കൂടി ഇതെല്ലാം കയറി ഇത് കയറണം ഗൈസ്. ഈ കാണുന്ന കുന്ന് ഇതാണിപ്പോൾ നമ്മൾ വന്ന വഴി. ഫുള്ള് മഞ്ഞോണ്ട് മൂടി. നമുക്ക് പോവാനില്ല വഴി ഇതാണ്. നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം, ഫുഡാണ് കഴിച്ചത്. ആ വാലിനോട്ട് നല്ലതാട്ടാ. കൊടുക്ക് കൊടുക്കണം. നോക്കിയാ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്താ 1 മിനിറ്റ് ആയിട്ടില്ല, 10 സെക്കൻഡ്. ഇപ്പം ഭയങ്കര സ്നോഫോളാണ്. സ്നോഫോൾ കൂടി വരികയാണ്. ഇതൊക്കെ ഗ്ലൗസിൻ്റെ ഉള്ളിലൊക്കെ സ്നോ വരാൻ തുടങ്ങി. മല കയറി പോവേണ്ടേ? കുറച്ചങ്ങോട്ട് പോയാൽ അവരെ എനിക്ക് കാണാൻ പറ്റില്ല. അത് കൂടെ തന്നെ ട്രക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ വ്യൂ സമയം ഇപ്പം 5:12. അപ്പം 5:22. 10 മിനിറ്റ് കൂടുതലാട്ടോ. യെസ് യെസ്. നമ്മളങ്ങനെ MBC എത്താനായി ഗൈസ്. ഫുള്ള് ഇരുട്ടായി, ഫുള്ള് മഞ്ഞാണ്. സമയത്തടാ 5:40 ഉണ്ട്. എത്ര 5:40 അവസ്ഥയാണിത്. ഫുള്ള് ഇരുട്ട് ഇപ്പം തന്നെ ആവാൻ തുടങ്ങി. നമ്മൾ ഫസ്റ്റ് ഒന്ന് MBC എത്തട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം MBC കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന്. എത്താനായിട്ടുണ്ടാവും. ഫുള്ള് ഇരുട്ടായി. 5:50 ഉണ്ട്. എത്ര നമ്മളിപ്പോഴും MBC എത്തിയിട്ടില്ല. ഇപ്പം -8 ഡിഗ്രി ആയി. -8 ഡിഗ്രിയിലാണ് നമ്മളിപ്പം ട്രെക്ക് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് അങ്ങനെ നല്ല ഫ്രീസ് ആകുന്നുണ്ട്. താമരന്നെല്ലാം നല്ല ഫ്രീസിങ് ഉണ്ട്. എല്ലാവർക്കും ഡേഞ്ചറാണ്. അപ്പം ഫുള്ള് ഇരുട്ടായിരുന്നു. നിങ്ങൾക്ക് കാണിച്ചതാ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ ഒരു ലൈറ്റ് കാണുന്നുണ്ട് ഗൈസ്. ഫ്ലാഷ് അടിക്കാണ്ട് നമുക്ക് തന്നെ കാണുന്നില്ല വഴി എങ്ങോട്ടേക്കാന്ന്. നേരെ സ്ലിപ്പായി താഴേക്ക് പോയാൽ പിന്നെ പൊടി പോലും കിട്ടൂല. നമ്മളങ്ങനെ MBC എത്തി ഗൈസ്. ഈ സ്റ്റെപ്പ് കയറണം കേട്ടോ. ഈ സ്റ്റെപ്പ് കയറി അപ്പുറം കടന്നാലേ MBC എത്തും. ഓക്കെ. MBC എത്തി. വല്ലാത്ത സ്റ്റെപ്സ് കേട്ടോ. MBCൻ്റെ ബോർഡ് താഴെ കണ്ട് MBC ക്യാമ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു 50-60 സ്റ്റെപ്പെങ്കിലും ഉണ്ടാവും ഗൈസ്. ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും സ്റ്റെപ്പ് വരാണ്ട്. അങ്ങനെ MBCയിലെത്തി. MBCയിൽ ഒരു ഹോട്ടലിൽ കയറി. അവിടെയും പാക്കേജ് തന്നെയാണ് വരുന്നത്. ഇതൊക്കെ ഫ്രീസായി ഗൈസ്. ഇവിടെയും പാക്കേജ് തന്നെയാണ് വരുന്നത്. 2300 നേപ്പാളി, ഇൻക്ലൂഡിങ് ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ വൈഫൈയും ചൂടുവെള്ളവും എല്ലാം കൂടിയിട്ട്, റൂമും എല്ലാം കൂടിയിട്ട് 2300 വരുന്നത്.
നാളെ രാവിലെ നമ്മൾ 4 മണിക്ക് തന്നെ എണീക്കണം, എനിക്ക് ABCയിലേക്ക് പോകണം. അതാണ് നമ്മുടെ പ്ലാൻ. ഇന്നെന്തായാലും നമ്മൾ MBC പിടിക്കുമെന്ന് പറഞ്ഞാൽ MBC നമ്മൾ പിടിച്ച് രാത്രിയായി, 0 വിസിബിലിറ്റി ആയിരുന്നു, ഒന്നും കാണുന്നുണ്ടായിട്ടില്ല. സ്റ്റിൽ നമ്മൾ MBC പിടിച്ച് നാളെ നമ്മൾ ABC പിടിച്ചിട്ട് മിനിമം ചുംറോം പിടിക്കാൻ നോക്കും. പറ്റുമോയെന്നറിയില്ല, ഇല്ലെങ്കിൽ ബാമ്പു നോക്കട്ടെ ഇൻഷാല്ലാ. ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇപ്പം അടുത്ത വ്ലോഗ് കാണാം ഇൻഷാല്ലാ.